ഹായ് ഫ്രണ്ട്സ്, കൊച്ചിയിൽ നിന്ന് ദേവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിവ്യേട്ടൻ പറഞ്ഞു നമുക്ക് പുറത്ത് പോയി എന്തെങ്കിലും ഫുഡ് കഴിച്ചാലോ എന്ന്. ഞങ്ങൾ അങ്ങനെ സ്ഥലം ഏതാണെന്ന് തപ്പി ഇരുന്നപ്പോഴാണ് ബ്ലെൻഡിൽ പോയാലോ എന്ന് ദിവ്യേട്ടൻ ചോദിച്ചത്. ബ്ലെൻഡ് ആണെങ്കിൽ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടാണ്. കാരണം ബ്ലെൻഡിൽ ഡ്രിങ്ക്സ് കൂടാതെ തന്നെ അടിപൊളി ഫുഡും അതുപോലെ തന്നെ നല്ല ഡെസേർട്ട്സും ജ്യൂസും മൊജിറ്റോസും എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ പ്രൈസിൻ്റെ കാര്യത്തിൽ അവർക്ക് കോംപ്രമൈസ് ഇല്ലാത്ത പോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിലും അവിടെ കോംപ്രമൈസ് ഇല്ല കേട്ടോ. അങ്ങനെ ഇവർ ബിയറൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്കുള്ള പൈനാപ്പിൾ മൊയ്റ്റോയാണ് ഞാൻ ഓർഡർ ചെയ്തത്. സ്പൈസി പൈനാപ്പിൾ മൊയ്റ്റോ ആയിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നിയത് ഒരു കുലുക്കി സർബത്തിൻ്റെ ടേസ്റ്റ് പോലെ തോന്നി. കാരണം അതിനകത്ത് ഈ മുളകും ഇതൊക്കെ കൂടി വരുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ അടിപൊളിയായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പൈനാപ്പിൾ കുലുക്കി സർബത്ത് പോലെ തോന്നി. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈ, പാൽ കപ്പ, വീറ്റ് പൊറോട്ട, ബീഫ് ഇതൊക്കെയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ആണെങ്കിൽ ഡെസേർട്ടിനായിട്ട് ഒരു കേക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഒന്നിനൊന്നും മെച്ചമായിരുന്നു. നമുക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും, അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഓരോ സംഭവങ്ങളും ഇത്രയ്ക്ക് ബെറ്റർ ആയിരിക്കുമെന്ന്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ചില്ലൊക്കെ ചെയ്തിരുന്നിട്ട് ഞങ്ങളൊരു ഡെസേർട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ഒരു കേക്കായിരുന്നു കേട്ടോ. അതും നല്ലതായിരുന്നു. ചെറിയ ചൂടൊക്കെ ആയിട്ട് ചോക്ലേറ്റൊക്കെ ഇങ്ങനെ ഒഴിച്ച് മിൽക്കിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ആയിട്ടുള്ളൊരു കേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ ബൈ, സീ യു.